നമസ്കാരം. ചൈതന്യം വിഷുഫലം നിങ്ങളുടെ മുമ്പിലേക്ക്. ഈ വർഷത്തെ വിഷുഫലം നമ്മൾ നോക്കുമ്പോൾ മേടം 1 എന്ന് പറയുന്നത് ഏപ്രിൽ 14 തീയതിയാണ്. പക്ഷെ വിഷു സംക്രമവും കണി വെക്കുന്നതും വിഷുവായിട്ട് നമ്മൾ ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് 15 തീയതിയാണ്. അത് ചില സമയങ്ങളിൽ അങ്ങനെ വരും. 4-5 വർഷം കൂടുമ്പോഴത്തേക്ക് ആ തരത്തിലൊരു വ്യതിയാനം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ 2026-27 ഈ വിഷുഫലം നീണ്ടു നിൽക്കും, അടുത്ത വിഷു വരെ. അപ്പം അതിൽ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ നക്ഷത്രങ്ങളെ, നമ്മുടെ ഫലങ്ങളെ, നമ്മുടെ കാര്യങ്ങളെ എങ്ങനെ വിഷുഫലം നമുക്ക് നോക്കിക്കാണാം, സ്വാധീനിക്കും, പോസിറ്റീവ് നെഗറ്റീവ് ഇതെല്ലാം എങ്ങനെ നമുക്ക് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിന് ഒരു ചെറിയ കാഴ്ചപ്പാട് ഈ വിഷുഫലം നിങ്ങളിലേക്ക് വയ്ക്കുക. അപ്പോൾ 12 രാശികളെ ബേസ് ചെയ്ത് തന്നെ ഈ വിഷുഫലം നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഓരോ രാശി മേടം മുതൽ മീനം വരെയുള്ള രാശികൾ നമുക്കറിയാം. 2.25 നക്ഷത്രം വീതം 27 നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എല്ലാ ഫലങ്ങളുടെയും അടിസ്ഥാനം നമ്മൾ വാരഫലത്തിൽ പറയുന്നത്. ഇവിടെയും ആ തത്വം തന്നെ, ആ വ്യവസ്ഥ തന്നെ നമുക്ക് നോക്കി ഓരോ 2.25 നക്ഷത്രത്തിൻ്റെയും രാശിസ്ഥിതിയിൽ അശ്വതിയും ഭരണിയും കാർത്തികാലും ഉൾപ്പെടുന്ന മേടരാശിക്കാർക്ക് ഈ വിഷുഫലം എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളമുള്ള ചലഞ്ചസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ത്രെഡ് എന്നുള്ളത് ഈ ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക യുദ്ധം, അതിനു മുമ്പേ ഉക്രൈൻ റഷ്യ വാറ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അത് കൂടുതലും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണ്, ഭാരതത്തിലാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക് കേരളത്തിലാണ്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, അതിപ്രസരം നമുക്കുണ്ടാവും. പിടിച്ചു നിൽക്കാൻ പറ്റുമോ, കളഞ്ഞിട്ട് വരണോ വേണ്ടയോ എന്നുള്ളത് തന്നെയാണ്. സാമ്പത്തിക ചെലവുകൾ അധികരിച്ച് വരും എന്നുള്ളത് ചുരുക്കുക. അതുപോലെ തന്നെ ഈ മേടം രാശിക്കാരിൽ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ബന്ധുക്കൾ, നാട്ടുകാർക്ക്, ബന്ധുജനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വ്യാകുലതകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ഈശ്വരാധീനം നമുക്ക് അനുകൂലം തന്നെയാണ്. പക്ഷെ ദൈവാധീനം നമുക്ക് അനുകൂലം ആയതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോ വിഷമതകളോ ഇക്കാലത്ത് നമ്മളെ ബാധിക്കില്ല എന്നുള്ളത് ആശ്വസിക്കാം. ശിവൻ്റെ അമ്പലത്തിൽ ജലധാര, പുഷ്പാഞ്ജലി കാര്യങ്ങൾ നക്ഷത്രത്തിലോ തിങ്കളാഴ്ച ദിവസത്തിലോ ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കും. അതിൻ്റേതായിട്ടുള്ള ഈശ്വരാധീനം നമുക്ക് ഗുണകരമായിട്ട് നേട്ടം ഉണ്ടാകാൻ, പിടിച്ചു നിൽക്കാനുള്ള ശക്തിക്ക് ഉതകുന്നതാണ്. ജലധാര, പുഷ്പാഞ്ജലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഉചിതമാണ്. നാട്ടിലുള്ളവരുടെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സാമ്പത്തിക ചെലവുകൾ അധികരിച്ച് വരും. ഇതേ കാരണങ്ങളും ഉണ്ടാകാം. നമ്മുടെ ബഡ്ജറ്റിൽ ചില കാര്യങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വ്യവസ്ഥയിൽ മാറ്റം, സിസ്റ്റത്തിൽ ക്രമീകരിച്ച് ചെലവ് കുറയ്ക്കണമെന്നുള്ളത് തന്നെയാണ് കാണുന്നത് മുന്നിൽ. ഇവിടെ കൂടുതലും ബ്ലോക്കായി നിൽക്കുന്നത് വസ്തു ഇടപാടുകൾ, വീട് വിൽപ്പന, മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ഇടവൻ രാശി, കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരത്തര, ഇത്രയാണ് ഇടവൻ രാശിക്കാരിൽ. വരുന്ന നക്ഷത്ര ഭാവങ്ങൾ ഇടവൻ രാശിക്കാരിലെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈ വിഷുഫലം ദൈവാധീനം വളരെ തുണയായിട്ട് കാണും. പുതുതായിട്ടുള്ള ബിസിനസ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന്, പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നതിന്, അതോടൊപ്പം പുതുതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഐഡിയയിൽ കൂടി പാർട്ട് ടൈമായിട്ട് ബിസിനസ് ചെയ്യുന്നതിന്, പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, പ്രത്യേകിച്ച് വാഹനമായിട്ട് ബന്ധപ്പെട്ട ടൂർ ആൻഡ് ട്രാവൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നേട്ടം അനുകൂലമാണ്. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ
കാണിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന വർഷമാണ് 2026-27 ഈ വിഷു കാലഘട്ടം. അതിൽ അനുഗ്രഹീതമായിട്ട് കാണുന്നത് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ വിജയിക്കാനും ഈശ്വരാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഗൃഹത്തിലെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വാഹനങ്ങൾ ചേഞ്ച് ചെയ്യാനോ പുതുതായിട്ട് വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെയും ഈശ്വരാധീനത്തിന് വേണ്ടി ശാസ്താവിന്, അയ്യപ്പന് എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ച അഷ്ടനീരാഞ്ജനം എന്നുള്ള ഭാവത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷ. ശനി ഭാവ ബന്ധന ദോഷങ്ങൾ നമ്മളെ കൂടുതൽ ദുസ്വാധീനം ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവത് കടാക്ഷം അനുഗ്രഹീതമായിട്ട് ഈ നീരാഞ്ജനത്തിൽ കൂടി നമുക്ക് പ്രാപ്തമാകുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. മകയിരത്തിലെ തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലങ്ങൾ കുറച്ച് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതിനെ പരിഹരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ, കുടുംബ വസ്തുവായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ വാശികളോ ഉണ്ടെങ്കിൽ അത് സെറ്റിൽമെന്റിലേക്ക് ന്യായമായിട്ടുള്ള വരാനും കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ദൈവാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം കുടുംബ കോടതിയിൽ നിൽക്കുന്ന വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യത്തിലും ശരിയായിട്ടൊരു തീരുമാനം ഉണ്ടായി അത് ഡിവോഴ്സോ അല്ലെങ്കിൽ വീണ്ടും ഒരു ഒത്തുചേരലോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈശ്വരാധീനം നമുക്ക് വളരെ അനുഗ്രഹീതമായിട്ട് കാണുന്നുണ്ട്. മറ്റു വ്യവഹാരങ്ങൾ, പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ഇടപെടലുകൾ പുറമേക്ക് നിന്ന് അല്ലെങ്കിൽ വക്കീലിൻ്റെ ഭാഗത്തു നിന്ന് വരാനും അതനുസരിച്ച് കാര്യങ്ങൾ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ കൂടി കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനുള്ള ഈശ്വരാധീനവും കാണുന്നുണ്ട്. ഇവിടെ കൂടുതൽ വൈരാഗ്യവും വാശിയും വിദ്വേഷവും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ 11 ചൊവ്വാഴ്ച ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കർക്കടക രാശിക്കാരുടെ നമുക്ക് നോക്കാം. അതിൽ പുണർദത്തിൽ കാൽ, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കടക രാശിക്കാരിൽ വരുന്നത്. ഈ വർഷം നോക്കുമ്പോഴത്തേക്ക് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറപ്പെടുന്നത് വളരെ ഗുണകരമായിട്ടുള്ള കാലഘട്ടത്തിൽ കൂടി തന്നെയാണ്. അത് ടൂർ ആൻഡ് ട്രാവൽസിൻ്റെ കാര്യത്തിലായിരുന്നാലും തീർത്ഥയാത്രയായിരുന്നാലും വിസിറ്റിംഗ് വിസ എടുത്ത് പോയി തൊഴിൽ തേടുന്ന കാര്യത്തിലായിരുന്നാലും അതോടൊപ്പം പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും ഒക്കെ ആ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അതായത് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു യാത്ര, അത് സ്വന്തം കാര്യത്തിലായിരുന്നാലും ആ വിനോദത്തിനായിരുന്നാലും ഏതിലായിരുന്നാലും ശരി സക്സസ്ഫുൾ ആവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ വർഷം നോക്കുമ്പോൾ ശരിയായിട്ടുള്ള ഒരു ദിശാബോധം, അതായത് ഡെസ്റ്റിനി കണ്ടെത്തി മുന്നോട്ട് പോകണം. ഇവിടെ സ്വാധീനിക്കാൻ മറ്റാരെയും നമ്മൾ അനുവദിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഫ്രണ്ട്സ്, ഓരോരുത്തരും ഓരോ തരത്തിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിൻ്റെ പുറകെ നമ്മുടെ മനസ്സും നമ്മുടെ കാര്യങ്ങളും ടെൻഷനോ അസ്വസ്ഥതയോ കൺഫ്യൂഷനോ വരാൻ പാടില്ല എന്നുള്ളതാണ് രത്നച്ചുരുക്കം. നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തി കാര്യങ്ങൾ ശരിയായ ദിശാബോധത്തോട് കൊണ്ടുപോയില്ലെങ്കിൽ ലോസ് ഉണ്ടാകും. സമയം മാത്രമല്ല സാമ്പത്തികം നമുക്ക് ലോസ് ഉണ്ടാകും. അത് ഇനിയും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ്, നീറ്റ് തുടങ്ങിയുള്ള എക്സാമിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി നമുക്ക് മെറിറ്റഡ് കാര്യങ്ങൾ കണ്ടെത്തി അതിൽ മുന്നോട്ട് അഡ്മിഷൻ ഒക്കെ ആകാൻ ദൈവാധീനം കാണുന്നുണ്ട്. ഇവിടെയും ദൈവാധീനം നമ്മൾ കണ്ടെത്താൻ നമ്മളായിട്ട് തന്നെ സമർപ്പണം ചെയ്യണം. മാതാപിതാ ഗുരു ദൈവം. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞ ഒരു അദൃശ്യ ശക്തി നമ്മളെ നയിക്കാനും അതോടൊപ്പം പിന്നിൽ നിന്ന് പ്രചോദനം തരാനും ഉണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇഷ്ടദേവതയും പരദേവതയും പ്രാർത്ഥിക്കുക, അതിനുള്ള പ്രായശ്ചിത്ത ഉപചാര സമർപ്പണങ്ങൾ ചെയ്യുക, അനുകൂലമാക്കി എടുക്കുക. അടുത്തത് ചിങ്ങൻ രാശിയിലേക്ക് നമുക്ക് പോകാം. വിഷുഫലം മകം, പൂരം, ഉത്രത്തിക്കാല ഈ 2.25 നക്ഷത്രം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈ വർഷം പ്രത്യേകിച്ച് പൊതുവെ വിഷു കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. വളരെ നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു മെച്ചത്തിലേക്കുള്ള കാൽവെയ്പ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിലവിൽ ബിസിനസ് നടന്നുകൊണ്ട് ഇടത്തര ബിസിനസ്, അതായത് വലിയ വ്യവസായവും അതും കാര്യങ്ങളും അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇടത്തര ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിൽ ഒരു വ്യതിയാനം, കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മാറ്റം
ഉണ്ടാകാനും അതിൽ പരിവർത്തനം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ, പോയ കോട്ടങ്ങളും നഷ്ടങ്ങളും ഇൻട്രസ്റ്റും നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള വർഷം തന്നെയാണ്. പക്ഷെ നമ്മുടെ അത് വ്യക്തമായിട്ടൊരു പ്ലാനിങ് വേണമെന്നുള്ള, മറ്റു പലരെയും വിശ്വസിക്കാതെ നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ കുറേ അനുഭവങ്ങൾ അതൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. വിശ്വസിച്ചതും സഹായിച്ചതും പെട്ടുപോയിട്ടുള്ള സ്ഥിതി. ഇതുമൂലം ഉണ്ടാകുന്ന നഷ്ടവും കോട്ടവും മാത്രമല്ല, ശത്രുക്കളും ഉണ്ടാവും, വിരോധികളും അസൂയാദികളും ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കാര്യങ്ങൾ നമുക്ക് മഹാലക്ഷ്മി ചക്രവും കൂടി നമ്മുടെ സാന്നിധ്യത്തിൽ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നാൽ, പൂജാമുറിയിൽ ഉണ്ടായിരുന്നാൽ അഷ്ടലക്ഷ്മി ഭാവുക യോഗം നമുക്ക് അനുകൂലമായിട്ട് വരും. ധനം, ധാന്യം, അഭിവൃദ്ധി, സന്തോഷം, സ്നേഹം, ആരോഗ്യം, ഇത്രയാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങൾ. അപ്പോൾ അത് അഷ്ടലക്ഷ്മി ചക്രം നമ്മുടെ സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ചിട്ട് നെയ്ദീപം കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഉത്രത്തിമുക്കാൽ, അത്തം, ചിത്തിരത്തര, കന്നി രാശിക്കാരുടെ ഈ വർഷഫലം നോക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ, ഗൃഹത്തിൽ ചില നെഗറ്റീവ്സ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനു മുമ്പും പല ഘട്ടങ്ങൾ, ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ള അഗ്നിദോഷം നിരന്തരം ഉണ്ടാകുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നതോ അടിക്കുമ്പോഴത്തേക്കോ ഏതെങ്കിലും തരത്തിൽ അഗ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ്സ് ഇനിയും വരാൻ പാടില്ല. 2, ചില്ലുടയുക, നിരന്തരം ചില്ലുടയുന്നത് ഒരു മൂദേവി ലക്ഷണം തന്നെയാണ്. അപ്പോൾ ആ ഉടഞ്ഞ ചില്ല് നമ്മുടെ ഗൃഹത്തിലോ സ്ഥാപനത്തിലോ ഉണ്ടെങ്കിൽ അത് മാറ്റി ഇടേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഒരു പരിധിവരെ ആ നെഗറ്റീവ് നമുക്ക് ഈ ഒഴിവാക്കിയെടുക്കാം. പടത്തിൻ്റെയോ മുഖം നോക്കുന്നതോ അലമാരയുടെയോ ടീപ്പോയുടെയോ ജനലിൻ്റെയോ ഉടഞ്ഞ ചില്ലുകൾ ഇരിക്കുന്നത് ദൂഷ്യം തന്നെയാണ്. അത് മാറ്റി സ്ഥാപിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. 2, ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂല സമയമാണ്. ഇവിടെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് ഉചിതമാണ്. പഞ്ചശിരസ് സ്ഥാപിക്കുന്നത്, പഞ്ചോപചാര സമർപ്പണം ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള ദൈവാധീനം നമുക്ക് തുണയായിട്ട് വരും. പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ. ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, ഈ പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ച് പഞ്ചശിരസ് അത് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നാൽ ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളതാണ്. ഏത് കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി, ബ്ലോക്കായി നിൽക്കുന്ന വഴിയും നമുക്ക് തുറന്ന് മുന്നോട്ട് പോകാൻ വഴി തെളിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചിത്തിരത്തന, ചോതി, വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് ചില ബന്ധങ്ങളിൽ വിള്ളൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കരുതൽ, ശ്രദ്ധ, അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഇതാദ്യം നമ്മളിൽ നിന്ന് കഴുകിക്കളയണം. ഈ വക ദോഷങ്ങളും നെഗറ്റീവ്സും. അല്ലെങ്കിൽ വല്ലവരുടെയും നോയും പാരവയ്പ്പിനും നമ്മൾ ബലിയാടായി നമ്മൾ ദുഃഖിക്കേണ്ട, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അത് പ്രതിബന്ധമായിട്ട് ബാധിക്കേണ്ട സാഹചര്യം. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ബ്ലോക്കാവും, തൊഴിൽ മേഖലയിൽ ബ്ലോക്കാവും. വ്യക്തമായിട്ട് ഒരു മൂഡ് ഔട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ വരയ്ക്കുന്നത്. അപ്പം നമ്മുടേതല്ലാത്ത കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഈ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധങ്ങൾ ബ്രേക്കപ്പ് ആവുന്നത്. പക്ഷെ അത് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. ഇവിടെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഈ സമയം വളരെ ഗുണം ചെയ്യും. മഹാലക്ഷ്മി സുദർശനം സ്ത്രീകൾക്കും മഹാസുദർശന കവചം പുരുഷന്മാർക്കും വിരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് നല്ല രീതിയിൽ പൂജിച്ച് നമ്മുടെ സാമീപ്യം ധരിക്കുകയോ ഉണ്ടായിരിക്കുകയോ ചെയ്യേണ്ടത് ഉചിതമായിട്ടുള്ള സമയം തന്നെയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. വിശാഖത്തിൽ കാലനിഴം തൃക്കേട്ട, വൃശ്ചിക രാശി. ഇവിടെ വിവാഹ സംബന്ധമായുള്ള തടസ്സങ്ങൾ മാറി നല്ലൊരു ബന്ധം, ഏജ് ഓവറായി നിൽക്കുന്നവരെ സംബന്ധിച്ചോളം എടുത്തു പറയണം. പല പ്രപ്പോസലുകളും കാര്യങ്ങളും നിരന്തരം വരുന്നു, പെണ്ണ് കാണുന്നു, ചെറുക്കനെ കാണുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. ഇനി കല്യാണം നടക്കൂ ഇല്ലെന്നുള്ള കൺഫ്യൂഷൻ, കോൺഫിഡൻസ് ഇല്ലായ്മ, വീട്ടുകാർക്ക് അതുപോലെ ഉണ്ടാകുന്ന ദുഃഖം, തെറ്റിദ്ധാരണ, കാര്യങ്ങൾ. ഇതെന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒരു നല്ല മംഗല്യം നടക്കാത്തതെന്ന്, എന്തുകൊണ്ട് എൻ്റെ മകന് നല്ലൊരു ബന്ധം വരാത്തത്, മരുമകളെ കിട്ടാത്തതെന്നുള്ള. അപ്പോൾ ഈ വക കാര്യത്തിൽ ജിജ്ഞാസയായിട്ട് വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന
ആൾക്കാരെ സംബന്ധിച്ചോളം ശരിയായിട്ടുള്ള നല്ലൊരു ബന്ധം, നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന സ്വഭാവശുദ്ധിയും അടക്കവും ഒതുക്കവും വ്യക്തിപരമായിട്ട് നല്ല രീതിയിൽ വികാസം വരാനുള്ള വ്യക്തിത്വമുള്ള ബന്ധങ്ങൾ വരാനും അത് ഉറയ്ക്കാനും പ്രത്യേകിച്ച് ഈ വരുന്ന ചിങ്ങമാസത്തിനകത്ത് തന്നെ വൃശ്ചികം രാശിയായിട്ടുള്ള വിഷുഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ചില ആൾക്കാരെ നമ്മൾ വിശ്വസിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് 2 കുട്ടികളായി ഈ തലത്തിൽ ഏജ് ഓവറായി വരുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവായിട്ട് കാര്യമില്ല. ആവശ്യം വേണ്ടുന്നത് നമുക്കാണ്, അത് നമ്മൾ തേടി കണ്ടെത്തണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഈ തടസ്സങ്ങൾ മാറി നമുക്ക് ശരിയായിട്ടുള്ള ലൈഫ് പാർട്ണറെ കണ്ടെത്താനും അത് ഉറയ്ക്കാനും നടക്കാനും ഈശ്വരാധീനം തുണയാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മഹാലക്ഷ്മി സ്വയംവര കവച ചക്രം. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശിക്കാരുടെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊളിറ്റിക്സ് മേഖലയിൽ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട്, പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട്, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില വ്യക്തി താല്പര്യങ്ങളിലുപരി ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട സ്ഥാനവും മാനവും ചില പ്രശ്നങ്ങളിൽ ഉടലിൽ നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കരുതുന്ന വിശ്വസിക്കുന്ന ആൾക്കാർ ആ സമയത്ത് പുറംതിരിഞ്ഞ് നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം ഈ ഒരു ജാഗ്രത പ്രത്യേകിച്ച് ഈ വിഷു കാലഘട്ടത്തിൽ കർക്കിടകം, ചിങ്ങം, കന്നി ഈ മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടായിരിക്കും വേട്ടയാടൽ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മളെ ഇതുവരെയുള്ള കരിയറിലെ ഇമേജും മറ്റു കാര്യങ്ങളും വ്യക്തിബന്ധങ്ങളും എല്ലാം തകർന്നറിയുന്നതിന് കൂടുതൽ താമസമില്ല. അപവാദങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം അല്ലാതെ, വ്യവഹാരങ്ങളല്ലാതെ. അപ്പം ഈ വക കാര്യങ്ങൾ ഒരു ശ്രദ്ധാ ജാഗ്രത നമ്മൾ ഉണ്ടായേ പറ്റൂ. ഇവിടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതുപോലെ തന്നെ ധനുരാശിക്കാരിലും ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഉത്രാടം നക്ഷത്രത്തിന് സ്വലം ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ വല്ലാതെ വരയ്ക്കും എന്നുള്ളതാണ്. ഇത് കുടുംബ ആധിക്യ കാര്യങ്ങളിൽ, കുടുംബ ഷെയറിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലും പ്രതിഫലിക്കും. ഇവിടെ നമ്മൾ ഒതുക്കപ്പെടും എന്നുള്ള തോന്നലുണ്ടാകും. അത് കരുതിയിരുന്നേ പറ്റൂ. ദൈവാധീനം അനുകൂലമായിട്ട് വരണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ധനുരാശിക്കാരിൽ പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഉപചാര സമർപ്പണാഭിഷേകം നടത്തുന്നത് ഉചിതമാണ്. 5 ദ്രവ്യങ്ങൾ 5 വെള്ളിയാഴ്ച പാല്, ഇളനീര്, ഭസ്മം, തേനല്ലെങ്കിൽ നെയ്യ്, ഈ തരത്തിൽ 5 ദ്രവ്യങ്ങൾ അഭിഷേകം സുബ്രഹ്മണ്യ ഭഗവാന് ചെയ്ത് സൂക്താർച്ചന ചെയ്യുന്നത് വിശേഷമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം നമുക്ക് നേടിത്തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം, അവിട്ടത്തര, മകരരാശി. മകരരാശിക്കാരിലെ വിഷുഫലം നമുക്ക് സൂചിപ്പിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങളിൽ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ഒന്ന് അകന്ന് നിൽക്കേണ്ടത് ആവശ്യം. കാരണം ഇല്ലെങ്കിൽ അത് നമ്മുടെ സാമ്പത്തികം, നമ്മുടെ കരിയറിലെ ഗുഡ്വില്ലിനെയും നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കും. ഇവിടെ കലാപരമായിട്ടുള്ള, കായികപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും നമ്മുടെ വ്യക്തിപരമായുള്ള കഴിവുകൾ തെളിയിച്ച് അതിൽ അവാർഡും റിവാർഡിലേക്കും പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സീരിയസ് മേഖലയിലും സീരിയൽ മേഖലയിലും നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിറയെ ഓപ്പർച്യൂണിറ്റി വരാനുള്ള ദൈവാധീനം നമുക്ക് അനുകൂലമായിട്ട് കാണുന്നുണ്ട്. വെല്ലുവിളികൾ ഉണ്ടാകും ഈ ഫീൽഡിൽ, സ്വാഭാവികമാണ്. കാരണം അസൂയാലുക്കളുടെയും നുണയും പാരവെപ്പും ഈ ഫീൽഡിൽ സ്വാഭാവികം. പക്ഷെ അതിനെ മറികടന്ന് പോകണം. അതിനെ മറികടന്ന് പോകണമെങ്കിൽ എന്താ വേണ്ട? അഘോര കവച മന്ത്രം, ശിവഭഗവാന്റെ അഘോര കവച മന്ത്രം മുദ്രയായിട്ട് നമ്മുടെ പേഴ്സിലോ നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷിലോ സൂക്ഷിക്കേണ്ടത് ഉചിതമായിട്ട്. എവിടെയാണ് നമുക്ക് കുഴി എന്നുള്ളത്, വീഴാതെ പോകാനുള്ള വഴി, വീഴ്ച വരാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് അനുകൂലമാണ്. അഘോര കവച മന്ത്രം. അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി, മുക്കാൽ, കുംഭരാശി. കുംഭരാശിക്കാരിൽ ദൈവാധീനം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് പ്രത്യേകിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ചില തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില ആൾക്കാരെ നമ്മളൊരു ലൈനിട്ട് ഒരു ഡിസ്റ്റൻസിൽ നിർത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം.
ഇല്ലെങ്കിൽ ദോഷം നമുക്കായിരിക്കും കൂടുതൽ അനുഭവപ്പെടുക. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്നവർ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കണം. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, കോൺട്രാക്ട് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ വിജയിക്കാനും ഈശ്വരാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർക്കും അതനുസരിച്ച് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നേട്ടങ്ങൾ വരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഒരു ഒത്തുതീർപ്പിലേക്ക് വന്ന് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ശ്രീ ദുർഗാ ഭഗവതിക്ക് തൃശ്ശതി മന്ത്രാർച്ചന ചെയ്യുന്നത് കാര്യങ്ങളുടെ മെല്ലെ പോക്ക് മാറി കാര്യങ്ങൾ സ്പീഡപ്പിലെത്താൻ സഹായിക്കും. തൃശ്ശതി മന്ത്രാർച്ചന 5 ചൊവ്വാഴ്ചയെങ്കിലും ചെയ്താൽ, ഭഗവതിക്ക് ചെയ്താൽ വളരെ നല്ല ഈശ്വരാധീനവും നമുക്ക് തുണയായിട്ടുണ്ടാകും. ഉരുട്ടാതിക്കാര് ഉത്രട്ടാതി രേവതി മീനം രാശി. മീനം രാശി ഈ വിഷുഫലം തരുന്നത് എന്തെന്ന് വെച്ചാൽ ചില ചലഞ്ചസുകളുണ്ട്. അതിൽ ബന്ധു വഴിയുള്ള ശത്രുദോഷം, പുറത്തുള്ള ശത്രുദോഷം ഒരുപോലെ പണ്ടേ നമ്മളെയും വീട്ടിനെയും ബാധിച്ചിട്ടുള്ളത് ഒരു പരിധിവരെ ഇനിയും നമുക്കത് നെഗറ്റീവ് ആ ഭാഗങ്ങളൊന്നും വരാതെ മുന്നോട്ട് പോകണം. അത് ഒരു സ്ത്രീ മുഖാന്തരമുള്ള ചില വാശിയും വൈരാഗ്യവും മറ്റു കാര്യങ്ങളിൽ നമുക്കെതിരെ ചെയ്തിട്ടുള്ള ആഭിചാര ദോഷം പോലെയും ഫീൽ ചെയ്തിട്ടുള്ളത് നിരന്തരം ഇനിയും ബാധിക്കാൻ പാടില്ല. കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ഇതിനു മുൻപ് 2 തവണ തട്ടിമാറി പോയി എന്നുള്ള യാഥാർത്ഥ്യം നമുക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ, അത് വീഴ്ച വരെ, ആക്സിഡൻറ്റ് വരെ, അത് പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടിയിൽ നിന്നോ ഏത് തരത്തിലായിരുന്നാലും ഇനിയും ആകെ പ്രശ്നങ്ങൾ വരാൻ പാടില്ല. പ്രത്യേകിച്ച് 43 വയസ്സിന് ശേഷമുള്ള അമ്മമാരിൽ സ്ത്രീജനങ്ങൾ നോക്കുമ്പോൾ ഉദര സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ, സന്ധിവേദനകൾ, അതോടൊപ്പം ദഹനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ തരത്തിൽ വല്ലാതെ വലയ്ക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതമ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷുഫലത്തിൽ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ജാമ്യം നിൽക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഇതിന് മുമ്പ് നിന്നിട്ടുള്ളതിന് നമ്മൾ സമാധാനം പറയേണ്ട, ബാങ്ക് നോട്ടീസും മറ്റു കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് പ്രശ്നമാവും. അതോടൊപ്പം ചില ബാങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ടിട്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു പരിധി വരെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഡിപ്പോസിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് കുറേയൊക്കെ നമുക്ക് പിൻവലിക്കാനും നമ്മളെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അനുകൂലമായി കിട്ടുമെന്നുള്ളത് കാണുന്നുണ്ട്. സമാധാനവും സന്തോഷവും ഈ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ വിഷുഫലം നമ്മളിലേക്ക് കൂടുതലും പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് ഈ വർഷം വരുന്നത്. ഒന്നും കൂടി പ്രത്യേകിച്ച് വിലക്കയറ്റവും മറ്റു കാര്യങ്ങളും സ്വാഭാവികമാണ്. അതിനെ നമ്മൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അവരവരുടെ സിസ്റ്റത്തിൽ നിന്നും അവരുടെ സാമ്പത്തികത്തിൽ നിന്നും നമ്മൾ ശീലിച്ചേ പറ്റൂ. കുറയ്ക്കേണ്ട കാര്യങ്ങൾ, വളരെയധികം നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വർഷം തന്നെയാണ്. മറ്റു വേറെ ദുരന്തങ്ങളോ ദോഷങ്ങളോ ഉള്ള വർഷം അല്ല. പൊതുവെ ഈശ്വരാധീനം, പൊതുവെ ദൈവാധീനം നമുക്ക് തുണയായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇന്നിവിടെ ഈ വർഷഫലം നിങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും